Dears, welcome to HandEmbroidery. ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്ക് ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സ് ആണ്, ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തമ്പനിൽ കണ്ട പോലെ നമ്മളതിൻ്റെ സ്ലീവ് ഡിസൈനും സെയിം ഈ ഒരു ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിട്ടും ലെങ്തും ഒക്കെ മാർക്ക് ചെയ്യണം. എത്രയാണ് അളവ് അനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോർഡർ ഭാഗത്തായിട്ട് ബീഡ്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 or 3 ഇഞ്ച് പിന്നെ ബോർഡർ ലൈനായിട്ട് വരച്ചെടുത്തിട്ട് വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ സ്ലീവിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു 4 to 5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്ക് മാർക്ക് ചെയ്ത് കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ റൗണ്ട്സ് അങ്ങനെ നമുക്ക് വരച്ചൊന്നും കൊടുക്കണമെന്നില്ല. കാരണം പോയിൻറ്റ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ഒരു മാർക്കിംഗ് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഈ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയൊരു ഷുഗർ ബീഡ് എടുത്തിട്ട് ഒന്ന് ലോക്ക് ഇട്ടൊന്ന് കൊടുക്കാം. ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു ബാക്കി ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം തുടക്കക്കാർക്ക്, അതായത് ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 9 or 10 ബീഡ്സ് നമ്മളിതിലേക്ക് ഒന്ന് നീഡിലേക്ക് ത്രെഡിലേക്ക് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത ആ ഒരു ബീഡിന് ചുറ്റിനുമായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നമുക്കൊന്ന് കറക്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. അതിന് ശേഷം നമ്മളിതുപോലെ ആദ്യം എടുത്ത ആ ഒരു ബീഡ്സിനകത്തൂടെ നീഡിൽ കയറ്റി ഫിക്സ് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബീഡ്സ് ഓരോ ഭാഗത്തും ലോക്കിട്ട് കൊടുത്താൽ മാത്രം മതിയാകുമേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൽ ഞാൻ അളവ് തന്നിരിക്കുന്നത് 3 to 5, 4 to 5 ആണ് തന്നിരിക്കുന്നത്. 4 to 5 നമ്മുടെ എഡ്ജ് ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ 3/4 സ്ലീവ് ആണെങ്കിൽ അതിൻ്റെ എഡ്ജ് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 3 to 5 അല്ലെങ്കിൽ 4 to 5 എടുത്തിട്ട് നമ്മൾ അത് എന്താ പറയുക, ഇതുപോലത്തെ ഡിസൈൻസ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഭാഗം ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ബീഡ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ട്സ് വെച്ചിട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബീഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് പോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ബാക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ബീഡ്സൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കുഞ്ഞു ബീഡ്സ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചുറ്റിന് ഒരു 9 അല്ലെങ്കിൽ 10 ഇഞ്ച് നമ്മൾ നോക്കണം. നമുക്ക് ആ ഒരു റൗണ്ട്സിനകത്ത് എങ്ങനെ നിൽക്കാം, ആ ഒരു ബീഡ്സ് എത്താൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കണം. അതിന് ശേഷം വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ബീഡ്സ് ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി ഞാൻ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.